ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ബോ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എത്രയാണോ വീതി നീളം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വലുതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഷിഫ്റ്റ് നെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ അതേ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ അത് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ അത് വെക്കുന്നില്ല, ഇത് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വേണ്ടവർ ഇതിൻ്റെ മുകളിൽ ഈ ഒരു തുണിയും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്കിതാ 4 സൈഡ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ 4 സൈഡും നമുക്കൊന്ന് ആദ്യം അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ബാലൻസ് വന്നതൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നമുക്കൊന്ന് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അത് ഇവിടുന്ന് ഒരു പകുതി, ഒരു കുറച്ച് വരെ, ഒരു ഇത്ര പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇവിടുന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കത് മറിച്ചിട്ട് കൊടുക്കേണ്ട ഒരു ഗ്യാപ്പ് നമുക്കിതിൻ്റെ ഇവിടെ വേണം. അതുകൊണ്ടാണ് ഇത്ര പോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്ര പോലെ ഒരു ഗ്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നിങ്ങനെ പിടിക്കാം. ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, ഇപ്പുറം വശത്തൊന്നുമില്ല, ഈ ഒരു സ്റ്റിച്ച് ചെയ്തില്ല, അത് നമുക്ക് ഇവിടെ സെൻട്രലായിട്ട് ഇങ്ങനെ വരണം. അത് ഇങ്ങനെയുള്ളത് നമ്മത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒലത്തി കൊടുക്കാം. എന്നിട്ട് നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സെൻട്രലായിട്ട് വരും. അതിനുശേഷം ഈ ഒരു സൈഡ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഈ ഒരു സൈഡും മൊത്തത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പ്രശ്നമില്ല, കുറച്ച് ടൈം എടുത്താലും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടണമെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് കുറച്ച് മറിച്ചിട്ട് കഴിഞ്ഞു. അതിന് ശേഷം ഇതാ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു ഈർക്കിലൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് നമുക്കൊന്നിങ്ങനെ ആ ഒരു ജോയിൻ്റ് ആക്കിയില്ലേ, ആ ഒരു സൈഡ് നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പെന്നോ പെൻസിലോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇറുക്കിലൊക്കെ ആയാലും പ്രശ്നമില്ല. ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി. നോക്കണം, ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹോൾസായിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പം നമ്മൾ എല്ലാ സൈഡും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചെറിയൊരു ഹോൾസ് വരുന്നുണ്ട് അല്ലേ, ഇവിടെ നല്ല ഫിനിഷിങ് കിട്ടും. നമ്മുടെ ഫ്രണ്ട് വശമാണ്, നമ്മുടെ ബാക്ക് വശമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോൾസ് വരുന്നുണ്ടാക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇവിടം വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു ക്രോസിലൊരു അടിവ് കൊടുത്താൽ മതി കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു ക്രോസിലൊരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിക്ക് ഒരു ക്രോസിൽ ഒരു അടിവ് കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാക്ക് വശമല്ലേ, ഈ ഒരു അറ്റത്ത് നിന്ന് സൂചി ഇതിങ്ങനെ കുത്തിയെടുക്കാം കേട്ടോ.
മുകളിലോട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഇതുപോലെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സൂചി ഇങ്ങനെ ഇടിയമ്മ ചെയ്തില്ലേ അതിലേക്ക് കൂടി ഇങ്ങനെ കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ കയറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ 2-3 ചുറ്റി കൊടുക്കാം. ആ ചുറ്റുമ്പോൾ തന്നെ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ലേസ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതാ ലേസ് ഇങ്ങനെ ഗമ്മ് വെച്ച് പൊട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ലേസ് ഒന്നും കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ അതിൻ്റെ തന്നെ ഒരു പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാക്ക് വശം നല്ല വശം. അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ സൈഡിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു സൈഡിലേക്ക് ആക്കിയില്ലേ അത് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡിലേക്ക് ആക്കിയത് ജസ്റ്റ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു സൈഡിൽ നമുക്ക് എത്രയാണോ വേണ്ടത് നോക്കാം. എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ബാലൻസ് വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിങ്ങനെ വെക്കാം. ഈ ഒരു അറ്റത്ത് നിന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തുന്നിയെടുക്കാം. ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ ചേർത്തിട്ട് തുന്നിയെടുക്കാം. ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല നീറ്റിൽ തന്നെ നമുക്കിതൊന്നിങ്ങനെ തുന്നിയെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ലാസ്റ്റ് കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഡ്രസ്സിനൊക്കെ ബോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക്